നമസ്കാരം. ലോകത്തെ എന്നും അത്ഭുതത്തിന്റെ വഴിയിലൂടെ നടത്തുന്ന ഒരു ചാര ഏജൻസിയാണ് ഇസ്രായേലിന്റെ മൊസാദ്. മൊസാദിനെ കുറിച്ച് ഇതിനു മുൻപും മൊസാദ് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ പല മാധ്യമങ്ങളിലും ഞാൻ സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്ത സ്റ്റോറികളൊക്കെ എന്റേതായ ചില നിരീക്ഷണങ്ങൾ കൊണ്ട് നടത്തിയ കാര്യങ്ങളാണ്, മൊസാദിന്റെ പ്രവർത്തന രീതിയൊക്കെ. പക്ഷെ അതൊന്നുമല്ല അവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് എന്ന് പറയുന്നത് പോലെ ഇപ്പൊ തീരുമാനിക്കുന്നത് അല്ല അടുത്ത നിമിഷം തീരുമാനിക്കുന്നത്. മൊസാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തമ്മിൽ പോലും ഒരു പരിചയമില്ല. ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും രണ്ടുപേരും മൊസാദിന്റെ ഏജൻസ് ആയിരിക്കും, പക്ഷെ അവർക്ക് പരസ്പരം അറിയില്ല. അവർക്ക് സ്വന്തമായി മൊബൈൽ ഫോണോ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളോ ഒന്നുമില്ല. അവർ പ്രത്യേക രീതിയിലുള്ള ചില സാറ്റലൈറ്റ് സംവിധാനങ്ങളിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം മൊസാദ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ചാര ഏജൻസിയാണ്. കൃത്യമായി ഒരു രാജ്യത്ത് പോയി ഇവിടെ നമ്മുടെ റോ പോലെ അല്ലെങ്കിൽ IB പോലെ അതിന്റെയൊക്കെ 100 ഇരട്ടി പവറാണ് മൊസാദിന്. മൊസാദിന്റെ പവറൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഈ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീടിന്റെ മുറ്റത്ത് ഒരാൾ വന്നാൽ ചിലപ്പോൾ അയാൾ ഒരു മൊസാദ് ഏജന്റ് ആയിരിക്കും, നമുക്കറിയില്ല. അത്രയും പവർഫുള്ളും അത്രയും രഹസ്യാത്മകവുമാണ് അവരുടെ നീക്കങ്ങൾ. ഇപ്പോൾ ഇതാ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി, ഒരു സാധാരണ സൈനിക ഉദ്യോഗസ്ഥനെ മൊസാദിന്റെ തലവനായി ബെഞ്ചമിൻ നെതന്യാഹു അവരോധിച്ചിരിക്കുന്നു. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു. അതായത് ഇസ്രായേൽ പുതിയ ഒരു നീക്കം നടത്തുകയാണ്. ഇത് പുതിയൊരാളെ നിയമിച്ചതിലൂടെ മൊസാദിനെ അഴിച്ചുപണിയും എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ മൊസാദിന്റെ തലവനായി ഇദ്ദേഹം വരുന്നു. പക്ഷേ ഇയാൾ തന്നെയാണോ മൊസാദിന്റെ തലവൻ എന്നുള്ള കാര്യം നമുക്കാർക്കും അറിയില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന് പോലും അറിയില്ല. ബെഞ്ചമിൻ നെതന്യാഹു വിചാരിക്കുന്നിടത്ത് പോലും മൊസാദ് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ രാജ്യത്തിന്റെ ഭരണാധികാരിക്കോ പോലും മൊസാദ് എന്ന സംവിധാനത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വലിയ ആഗോളതലത്തിൽ ഇപ്പൊ BBC-യും CNN-ഉം ഒക്കെ കഴിഞ്ഞ ദിവസം ഇതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. ഇദ്ദേഹത്തിന്റെ പേര് റോമൻ ഗോഫ്മാൻ എന്നാണ്. റോമൻ ഗോഫ്മാൻ ആണ് പുതിയ മൊസാദിന്റെ തലവൻ എന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോൾ അദ്ദേഹമാണോ എന്ന് നമുക്കറിയില്ല. അതായത് ഒരു പരിചയവുമില്ലാത്ത ഇയാളെ, അതായത് ഇദ്ദേഹത്തിന് ചാരപ്പണിയോ അല്ലെങ്കിൽ അത്തരം രഹസ്യാത്മക നീക്കങ്ങളിലൊന്നും യാതൊരു പരിചയവുമുള്ള വ്യക്തിയല്ല ഈ റോമൻ ഗോഫ്മാൻ. ഗോഫ്മാനെ എന്തിനാണ് മൊസാദിന്റെ തലപ്പത്ത് നിയമിച്ചത് എന്ന് അമ്പരന്ന് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തന്നെ. ഇസ്രായേലിന്റെ നീക്കമാണ്, ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സൈനിക സെക്രട്ടറി മേജർ ജനറൽ റോമൻ ഗോഫ്മാനെ മൊസാദിന്റെ തലവനായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. 2026 ജൂണിൽ 5 വർഷത്തെ കാലാവധി അവസാനിക്കുന്ന നിലവിലെ മൊസാദ് മേധാവി ഡേവിഡ് ബാർണിക്ക് പകരക്കാരനായിട്ടാണ് ഗോഫ്മാനെ നിയമിച്ചത്. വിദേശത്ത് ചാരപ്രവർത്തനങ്ങൾ നടത്തുന്ന മൊസാദിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഗോഫ്മാന് ഇന്റലിജൻസ് മേഖലയിൽ യാതൊരു പരിചയവുമില്ല. ആ പശ്ചാത്തലത്തിലല്ല അദ്ദേഹം വളർന്നത് എന്നും അതും മൊസാദിന്റെ ഒരു നീക്കമാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു നീക്കമാണ്. എല്ലാ പരിചയ സമ്പത്തുമുള്ള ഒരുത്തിനെ നിയമിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷേ ഈ റോമൻ ഗോഫ്മാൻ അങ്ങനെ രഹസ്യാത്മക വിഭാഗത്തിലൊന്നും പരിചയമില്ലാത്ത ആളാണ്. അയാളെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. 14-ാം വയസ്സിൽ ഇസ്രായേലിലേക്ക് കുടിയേറി പാർത്ത വ്യക്തിയാണ് ഗോഫ്മാൻ. ഒക്ടോബർ 7-ന് ഗാസ അതിർത്തിക്കടുത്തുള്ള തെക്കൻ ഇസ്രായേലിലെ സ്കൈഡോട്ടിൽ ഹമാസ് തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ വ്യക്തി കൂടിയാണ്. 2024 ഏപ്രിലിൽ ഗോഫ്മാൻ നെതന്യാഹുവിന്റെ ഓഫീസ് ക്യാബിനറ്റിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. വലതുപക്ഷ സയനിസ്റ്റ് വീക്ഷണങ്ങൾക്ക് പേരുകേട്ട ഒരു ചിന്തകൻ കൂടിയാണ് ഗോഫ്മാൻ എന്നുള്ളത്. അതായത് ചിന്തകനാണ് അദ്ദേഹം. ഒരുവേള പ്രവർത്തിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുകയുള്ളായിരിക്കും. പക്ഷെ അദ്ദേഹം വലതുപക്ഷ സയനിസ്റ്റ് ആശയങ്ങൾ തീവ്രമായി തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതേക്കുറിച്ച് ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് റോമൻ ഗോഫ്മാൻ എന്നാണ്. ഇത്തരം ഒരു വ്യക്തിയെ ഈ മൊസാദ് പോലെ ഒരു ഇന്റലിജൻസ് ഏജൻസിയുടെ തലപ്പത്ത് നിയമിച്ചത് എന്തായാലും വെറുതെയല്ല. നമുക്ക് അറിയില്ല അതിന്റെ കാര്യങ്ങൾ, പക്ഷെ അത് വെറുതെയല്ല. അതിന് പിന്നിൽ ഒരുപാട് നിഗൂഢമായ, അല്ലെങ്കിൽ ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത, ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ലക്ഷ്യങ്ങൾ നെതന്യാഹുവിനും ഇസ്രായേലിനും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത്. അത് സത്യവുമാണ്. അത് അങ്ങനെ വെറുതെ ഒരാളെ പിടിച്ച് വഴിയിൽ കൂടെ പോകുന്നതിനെ പിടിച്ച് മൊസാദിന്റെ തലവനാക്കിയും ഒന്നുമില്ലല്ലോ. അപ്പം റോമൻ ഗോഫ്മാനാണ് ഇനി കാര്യങ്ങൾ നടത്തുന്നത്. അപ്പം മൊസാദിന്റെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നീക്കം നടത്തി അതിന്റെ ഫലം കണ്ട ശേഷം മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷവും ചിലപ്പോൾ നമുക്ക് അറിയണം എന്നില്ല മൊസാദിന്റെ നീക്കം.